ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റഡ് ബൈ അമ്മു. സോ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും പറയുന്ന പോലെ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്ന കാര്യം അത്ര എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ജനറൽ റീഡിംഗ് ബേസ് ചെയ്ത് ഒരാളും ആക്ഷൻ എടുക്കരുത്. പറയുന്ന പോലെ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കുക. അപ്പോൾ റീഡിംഗ് കാണുമ്പോൾ പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ആദ്യം നമുക്ക് നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണ് എന്നുള്ളത് എടുത്ത് നോക്കാം. ഓക്കെ, ലവ് മെസ്സേജസ്. ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് റൂളിലൂടെ കടന്നു പോകുന്ന പേഴ്സൺ ആവട്ടെ, അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ഉണ്ട് പക്ഷേ പണ്ടത്തെ പോലെ ആ ഒരു വ്യക്തിയോട് മിണ്ടുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ നല്ല രീതിയിൽ മറ്റൊരാളെ സ്റ്റോക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളായി നിൽക്കുന്നതാണ് ആ ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചിലപ്പോൾ നിങ്ങൾ എല്ലാം ഒന്നും പറയുന്നുണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള തോന്നിച്ചൊക്കെ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് പല കാര്യങ്ങളും എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് ഇഷ്ടമുണ്ടെങ്കിലും നിങ്ങളത് പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളൊരു തോന്നിച്ചൊക്കെ വ്യക്തിക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമുക്കിനി കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. ഇവിടെ നമുക്ക് സ്റ്റാർ കാർഡ് കിട്ടിയിട്ടുണ്ട്, ദ സൺ കാർഡ്, ദ 5 ഓഫ് സോർഡ്സ്. വ്യക്തിയുടെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് ഹോപ്പുണ്ട് സിറ്റുവേഷനിൽ, ഒരുപാട് ഹോപ്പുണ്ട്. കാരണം നിങ്ങളെ വളരെ ഇപ്പോൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാകാം, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ആ ഒരു വ്യക്തി അറിയാൻ ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഇല്ലെങ്കിലും നിങ്ങൾ ഓക്കെ ആണോ എന്നുള്ളതൊക്കെ നോക്കുന്നുണ്ട്. കുറച്ചാൾ കോണ്ടാക്റ്റിലുണ്ട്, അതെന്ന് വെച്ചാൽ നിങ്ങളെ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് തോന്നിച്ചുള്ളത് കൊണ്ടാണ് ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്കിത് സ്റ്റാർ കാർഡ്, ദ സൺ കാർഡ്, ദ 5 ഓഫ് സോർഡ് കാർഡാണ്. അതായത് വ്യക്തി ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും വ്യക്തിക്ക് ചിലപ്പം ഈ ഒരു സമയത്ത് വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള തോന്നിച്ചുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഇവിടെ ആ ഒരു വ്യക്തിക്ക് പണ്ടത്തെ പോലുള്ള അല്ലെങ്കിൽ നിങ്ങളൊരു ഡിസ്റ്റൻസ് വെക്കുന്നതായിട്ട് തോന്നും. അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു വന്നാൽ പണ്ടത്തെ പോലെ ഒരു വില തരില്ലേ എന്നുള്ള രീതിയിലൊക്കെ വ്യക്തി ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് പണ്ട് എപ്പോൾ പോയാലും നിങ്ങൾ ആ ഒരു വ്യക്തിയെ നിങ്ങൾ സ്വീകരിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ പോകെ പോകെ വ്യക്തിയെ ചിന്തിക്കുകയാണ്, ഇത് എന്തുകൊണ്ടോ പണ്ടത്തെ പോലെ എനിക്ക് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും ഒരു സ്വാധീനമില്ലേ, അല്ലെങ്കിൽ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നില്ലേ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം എന്താണ് സ്റ്റാർ കാർഡ് പറയുന്നത് എന്നുള്ളത്. ദ ക്യൂൺ ഓഫ് കപ്സ്, ദ 4 ഓഫ് കപ്സ്. ഓക്കെ, നിങ്ങൾ ആ ഒരു വ്യക്തി ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണെങ്കിലും നമ്മൾ പറയാറില്ലേ, ഏത് മരുഭൂമിയിലേക്ക് കൊണ്ടിട്ടാലും അവരൊക്കെ ജീവിച്ച് പൊക്കോളും, ആ ഒരു കോൺസെപ്റ്റിൽ നിൽക്കുന്നവരാണ് നിങ്ങൾ എന്നാണ് വിചാരിക്കുന്നത്. അതിന് ഈ ഒരു വ്യക്തി വേണമെന്നോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇല്ലാതെ പറ്റില്ല എന്ന് ഉണ്ടായിരുന്നൊരു കാലഘട്ടം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ വരുന്ന സമയത്ത് നിങ്ങൾ വളരെ പ്രീഷ്യസ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാഭിമാനം വിട്ട് കളിക്കാത്ത കൂട്ടത്തിലാണ് എന്നുള്ള രീതിയിലൊക്കെ വ്യക്തി ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പലതവണ നിങ്ങളും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പലതവണ അങ്ങോട്ടേക്ക് വരാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളോടൊരു കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു കമ്മ്യൂണിക്കേഷൻ ആ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു വ്യക്തിയുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഉണ്ടാകുമെന്നാകാം. പക്ഷെ വ്യക്തി ആലോചിക്കുന്നത് അതൊന്നുമല്ല. കാരണം ഒരു ഓർമ്മകളിൽ സ്റ്റക്കഡായി നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ വളരെ മിസ് ചെയ്യുന്നു പണ്ടത്തെ കാര്യങ്ങളിൽ, ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ പുതിയൊരു വ്യക്തിയോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോ എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അവിടെ നിങ്ങളെ ഓർക്കാതിരിക്കുന്നില്ല, നിങ്ങളെ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വളരെ ഒരു ഡിവൈൻ ആണ്, അല്ലെങ്കിൽ വളരെ നമുക്ക് പറയാറില്ലേ, ആത്മാഭിമാനം വിട്ട് കളിക്കാത്ത കൂട്ടത്തിലാണെന്ന് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. കാരണം പണ്ടൊക്കെ ഒരുപാട് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ പിറകെ ബെഗ് ചെയ്ത് പോയിട്ടുണ്ടാവും, വീണ്ടും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ തെറ്റിനാണെങ്കിൽ പോലും വീണ്ടും നിങ്ങൾ പുറകെ പോയിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ ആ കോയിൻ അങ്ങ് മാറി തിരിഞ്ഞു വരികയാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ വ്യക്തി കടന്നു പോകുന്ന സിറ്റുവേഷൻ നമുക്കിവിടെ 5 ഓഫ് സോർഡ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് കിട്ടിയത് 10 ഓഫ് സോർഡാണ്. എന്ന് വെച്ചാൽ അത്രയും പ്രശ്നങ്ങളിലൂടെ ഒരു പ്രഷറൈസ് ചെയ്ത ഒരു ജീവിത രീതിയാണ് കാണിക്കുന്നത്. പക്ഷെ ഒരിക്കലും അത് നിങ്ങളുടെ മുന്നിൽ കാണിക്കണമെന്നോ അല്ലെങ്കിൽ അത് നിങ്ങൾ സന്തോഷിക്കണമെന്നോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴും നിങ്ങൾ വിചാരിച്ചോട്ടെ, ഇവർ ചൂസ് ചെയ്ത് അല്ലെങ്കിൽ ഇവർ എടുത്ത തീരുമാനം ഒരിക്കലും തെറ്റിയിട്ടില്ല. കാരണം നിങ്ങൾ ഒരു സമയം വല്ലാത്ത രീതിയിൽ ആ ഒരു വ്യക്തിയെ വാൺ ചെയ്തിട്ടുണ്ടാകാം, വേണ്ട ഇത് നല്ലതിനല്ല, നിങ്ങൾ കാത്തു നിന്നോളാം, അല്ലെങ്കിൽ
എത്ര സമയമാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വന്നാൽ മതി. കുറച്ചാൾ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ വളരെയധികം കുറച്ച് പേര് ഈ ഒരു വ്യക്തിയുടെ പേരിൽ ഡിവൈൻ എന്നുള്ള ഒരു മാർഗം സ്വീകരിച്ചിട്ടുണ്ടാകും. കുറച്ച് പേര് അതിൻ്റെ ബേസിലായിരിക്കാം ഈ ഒരു ടാരറ്റ് എന്നുള്ള കാർഡൊക്കെ കാണാൻ വേണ്ടി തുടങ്ങിയതും ടാരറ്റ് റീഡേഴ്സിൻ്റെ അടുക്ക പോയിട്ട് കൺസൾട്ടേഷനൊക്കെ നടത്തുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ വിഷയം അതല്ല, ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടുകൊണ്ട് ഞാനത് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആ ഒരു വ്യക്തി വിചാരിക്കുകയാണ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് ഓപ്ഷൻ ഉള്ളതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലുമുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അന്ന് ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ വില മനസ്സിലാക്കാൻ പറ്റിയില്ല. എന്നാൽ ഇന്ന് വ്യക്തി മനസ്സിലാക്കി വരുന്ന സമയത്ത് പണ്ടത്തെ പോലെ അടുക്കാനും പറ്റുന്നില്ല. ചിലപ്പം പലരും എന്താണ് ഒരു ബൗണ്ടറിയൊക്കെ വെച്ച് ഒരു ലിമിറ്റേഷനൊക്കെ വെച്ച് സംസാരിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് അങ്ങനെയല്ല, കുറച്ച് പേര്, വളരെ കുറച്ച് പേര് അവരെങ്ങനെ വന്നാലും എനിക്ക് അവരില്ലാതെ പറ്റില്ല എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പം ഈ ഒരു വ്യക്തിക്ക് അറിയാം ഈ ഒരു വ്യക്തി ചെയ്യുന്നത് തെറ്റാണ്. കാരണം എന്ന് വെച്ചാൽ വ്യക്തിയുടെ ലൈഫിൽ ചിലപ്പം രണ്ടാളെ വെച്ച് ഡീലൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, ചിലപ്പോൾ ഒരുപാട് എനർജികളെ വെച്ച് ഡീല് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അങ്ങനെയൊക്കെയാണെങ്കിൽ വ്യക്തിക്ക് റിഗ്രറ്റ് ഉണ്ട്. പക്ഷെ എന്താണ്, നിങ്ങളെ വിട്ടുകളയാനും തോന്നില്ല. അങ്ങനെയുള്ള രീതിയിൽ, അതായത് ഒന്നിനെ ഉപേക്ഷിച്ച് വേറൊന്നിലേക്ക് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ വേറൊന്നിൻ്റേത് മാത്രമാകാൻ വ്യക്തിക്ക് എന്താണ് ഒരു കൺഫ്യൂഷൻ പോലെയൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളെ വിട്ട് കളയാനും പാടില്ല അല്ലെങ്കിൽ പറ്റില്ല എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ചാളുടെ കംപ്ലീറ്റ് ആയിട്ട് എൻഡപ്പായി പോയിട്ടുണ്ട് എന്ന് വെച്ച് അവർ വീണ്ടും എന്നെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകണം എന്നല്ല പറയുന്നത്. ഇവിടെ ഒരുപാട് പേര് മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ ഫലം കുറച്ച് എല്ലാം നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്താൽ എന്ന പാട് നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല അല്ലേ, കുറച്ച് വൈകിട്ടാണെങ്കിലും കിട്ടും. കുറച്ച് പേരുടെ മാനിഫെസ്റ്റേഷൻ്റെ ഫലം എന്നുള്ള രീതിയിൽ ആ ഒരു വ്യക്തിക്ക് ഓർമ്മകളായിട്ടാണ് വരുന്നത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു വ്യക്തി ഈ ഒരു ടൈം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. വാട്ട്സ് ഓൺ ദെയർ മൈൻഡ്? ഇവിടെ ക്യൂൺ ഓഫ് വോൺസ്, ദ ടു ഓഫ് പെൻഡക്കിൾസ്, ദ ജഡ്ജ്മെൻറ്റ്. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് ദ ഡെവിൾ കാർഡാണ്. ഒരിക്കലും ഈ ഒരു വ്യക്തിക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റുന്നില്ല ഞാൻ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്നുള്ളത്. കാരണം വ്യക്തിക്ക് അറിയാം തെറ്റായ കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങളെ ഹേർട്ട് ചെയ്താലും ഒരു സമയം അതിൽ സന്തോഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ വില മനസ്സിലാക്കിയിട്ടില്ല. ഒരുപാട് തവണ നിങ്ങൾ ചിലപ്പോൾ ആ ഒരു വ്യക്തിയെ വാൺ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നെ വല്ലാണ്ട് ഹേർട്ട് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് പക്ഷെ നിങ്ങളുടെ വിലയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സോ നിങ്ങളെ മനസ്സിലാക്കാനോ ഒന്നും ആ ഒരു വ്യക്തി ആ ടൈം ശ്രമിച്ചു. ഈ ഒരു ഭൂമിയിൽ ഏതൊരു കാര്യത്തിനും കർമ്മഫലം അനുഭവിക്കുന്നുള്ളതാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ വ്യക്തിയുടെ കർമ്മഫലം എന്നുള്ളത് ഇവിടെ പല രീതിയിലും വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് പറയാനുള്ളത്. കാരണം വ്യക്തിക്ക് ഈ ഒരു സമയം എന്തൊക്കെയാണ് വ്യക്തിക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. വ്യക്തി വിചാരിക്കുകയാണ് നിങ്ങൾ വളരെ സന്തോഷത്തിലാണ് കഴിയുന്നത്, ഈ ഒരു വ്യക്തിയില്ലെങ്കിലും നിങ്ങളൊക്കെയാണ്. ചിലപ്പം പലരെയും സംബന്ധിച്ച് അങ്ങനെ ആയിരിക്കില്ല. നിങ്ങളിപ്പോഴും ആ ഒരു പണ്ടത്തെ കാര്യങ്ങളിൽ നിന്നും മുന്നോട്ട് പോകാൻ വളരെയധികം അല്ലെങ്കിൽ വളരെയധികം കഷ്ടപ്പെടുന്നൊക്കെ ഉണ്ടാകാം. പക്ഷേ ആ ഒരു വ്യക്തിയുടെ മുമ്പിൽ കാണിക്കാൻ നിങ്ങളും തയ്യാറല്ല. അതേമാതിരി തന്നെ വ്യക്തി. പക്ഷേ ഒരു മൊമെൻറ്റിൽ ആ ഒരു വ്യക്തിക്ക് അങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളൊരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്കത് പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാവണം. ഓക്കെ, നമുക്ക് ഇനി ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. We have the Four of Pentacles, Knight of Wands, Seven of Pentacles, Seven of Cups, Three of Pentacles. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് വ്യക്തി ഒരേ സമയം നിങ്ങളെയും ആഗ്രഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഓപ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ അതും അവിടെ നിന്നോട്ടെ. പക്ഷെ ഒരു പാർട്ട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് അറിയാം നിങ്ങൾ എന്നുള്ള വ്യക്തിയുടെ കൂടെ നിൽക്കുമ്പോഴാണ് ഈ ഒരു വ്യക്തിക്ക് ഒരു ഈഗോയോ അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്താണെന്ന് അറിയുന്നത്. അത് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയായിട്ട് പറഞ്ഞിട്ടുണ്ടാകാം, അത് പറഞ്ഞാലും ഇല്ലെങ്കിലും അതാണ് സത്യം. പക്ഷെ അതുപോലെ ഈ ഒരു വ്യക്തി ഈ ഉള്ള ഓപ്ഷൻസൊക്കെ അല്ലെങ്കിൽ വേറെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരാം, അങ്ങനെയുള്ളത്. ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കും നല്ല രീതിയിൽ ഓപ്ഷൻസ് വരുന്നുണ്ട്, ആ ഒരു വ്യക്തിക്കും നല്ല രീതിയിൽ ഓപ്ഷൻസ് വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ സ്റ്റക്കായി പോയിട്ടുള്ള ഒരു എനർജിയാണ് വ്യക്തിയുടേത് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ച് വേറൊരു റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുകയും ചെയ്യില്ല. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് ആഗ്രഹിക്കുമ്പോഴും അതിനും പറ്റാത്തൊരവസ്ഥ, വല്ലാത്തൊരവസ്ഥയാണ്. അല്ലെങ്കിൽ
എനിക്ക് റീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു അവസ്ഥ മനസ്സിലാവുന്നുണ്ട്. എന്നുവെച്ചാൽ അതിൻ്റെ പേരിൽ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് ഈ ഒരു ടൈമിൽ. ഓക്കെ, കാരണം ഫീലിങ്സ് ഒരാളോട് പറയാൻ വേണ്ടി പറ്റും. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ച് വേണ്ടാത്തതൊക്കെ പറഞ്ഞിട്ട് കാണും, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ അവരോട് തന്നെ നിങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ എനിക്ക് അവനെ മിസ് ചെയ്യുന്നു, എനിക്ക് അവളെ മിസ് ചെയ്യുന്നു, അവളില്ലാതെ പറ്റില്ല, അവനില്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവന് ഭ്രാന്താണ് അല്ലെങ്കിൽ ഇവക്ക് ഭ്രാന്താണ് എന്നുള്ള രീതിയിൽ പറയൂലേ അല്ലേ? അപ്പോൾ അതുകൊണ്ട് വ്യക്തി എന്താണ്, പരമാവധി മനസ്സിൻ്റെ ഉള്ളിൽ വെക്കാനാണ് നോക്കുന്നത് ഫീലിങ്സൊക്കെ. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വ്യക്തി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് തവണ നിങ്ങളുടെ അടുക്ക വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഓർമ്മകൾ വരുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അത് നിങ്ങൾക്കൊരു ശല്യമാവോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ ഒരു വ്യക്തിക്ക് ആ ഒരു സമയത്ത് ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നുള്ളത് തോന്നിച്ചാണ് നിങ്ങളിലേക്ക് തന്നെ വീണ്ടും എത്താൻ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്കിവിടെ പറഞ്ഞു തരാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുമ്പോൾ ആ ഒരു വ്യക്തി വിചാരിക്കുകയാണ് പണ്ടൊന്നും നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയായിരുന്നില്ല. കാരണം നിങ്ങൾ ഒരുപാട് ഈ ഒരു വ്യക്തിയുടെ എനർജിയെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രീതിയാണ്. കാരണം ആ ഒരു വ്യക്തി ഇല്ലാതെ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ നിന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. പെട്ടെന്ന് ഇത്രയൊരു മാറ്റം അത് ആ ഒരു വ്യക്തിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതാണ് വേറൊരു സത്യം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, Crystal, guide me. Here we have the Ace of Cups. Okay, 4 of Wands, 8 of Wands. Okay, ഈ കാർഡ്സ് ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് വീണ്ടും ദ ഡബിൾ കാർഡാണ്. ഓക്കെ, ഈ 3 കാർഡ്സും പറയുന്നതെന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം കിട്ടുവാണെങ്കിൽ തീർച്ചയായും വ്യക്തി നിങ്ങളുടെ അടുക്ക വരും, അല്ലെങ്കിൽ വന്നിട്ടുണ്ടാകാം. പക്ഷെ ആദ്യം ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ. പറ്റില്ല എന്നാണെങ്കിൽ നമുക്ക് വേറെ നോക്കാം. ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ മൈൻഡിൽ പറ്റില്ല എന്നുള്ള ഓപ്ഷനേക്കാൾ കൂടുതൽ നിങ്ങളടുക്ക വന്ന് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിച്ചാലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കുന്ന കുറച്ച് എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഒന്ന് മാറി നിൽക്കുമ്പോൾ നിങ്ങളുടെ വില മനസ്സിലാക്കി വരുന്ന കുറച്ച് ജെന്യൂന എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ വില മനസ്സിലാക്കി വരുന്നു എന്നുള്ള രീതിയിൽ കാണിക്കുന്ന കുറച്ച് എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് എനർജിയാണ്. കാരണം നിങ്ങളില്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, സോൾമേറ്റ് എനർജിയാണ്. അതുപോലെ തന്നെ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുകൊണ്ടോ ഒരു 5, 23, 22 ഒക്ടോബർ, ജനുവരി, അതുപോലെ തന്നെ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഇത് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെയോ ആ പേഴ്സൻ്റെയോ ബർത്ത്ഡേയോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയ ഡേയോ ആയിരിക്കും. അതുപോലെ തന്നെ ജനുവരി 14 അങ്ങനെയുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു രീതി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം എക്സ്പ്രസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നുണ്ടോ അത് നിങ്ങൾ വളരെയധികം എക്സ്പ്രസ് ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കാം. മറ്റൊരാളെന്ന് പറയുന്നത് ഒരു ഫേക്കായിട്ട് മാസ്ക് ഇട്ട് നിങ്ങളോട് പെരുമാറുന്ന പോലെയൊക്കെ നിങ്ങൾ തോന്നിയിട്ടുണ്ടാകാം. പലപ്പോഴും നിങ്ങൾ ഈ വ്യക്തിക്ക് ഒരുപാട് ചാൻസ് കൊടുത്തു എന്നുള്ളത് തന്നെ നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റും. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു ചാൻസിൽ നന്നായ ഒരു വ്യക്തികളെ ഒന്നും എനിക്കിവിടെ അധികമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഒരുപാട് ചാൻസ് കൊടുത്തു, റിപ്പീറ്റ് ചെയ്യുന്നു തെറ്റ്, വീണ്ടും ചാൻസ് കൊടുത്തു, നിങ്ങൾ തെറ്റ് തിരുത്തുന്നു, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ള രീതി കാണിക്കുന്നുണ്ട്. കുറച്ച് പേരുടെ എനർജി വളരെ ഒരു 10-1 3% എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നിങ്ങളുടെ തെറ്റുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി വിട്ടുപോയി. അപ്പോൾ അതിൻ്റെ പേരിൽ ആദ്യം നിങ്ങൾ വിചാരിച്ചു ഇത്രയും ആ ഒരു വ്യക്തി നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ പകരം നിങ്ങളുടെ കയ്യിലുള്ള തെറ്റുകൊണ്ട് മാറിപ്പോയ ഒരു വ്യക്തിയെ എനിക്കിവിടെ കാണിക്കുന്നുണ്ട്. കുറച്ച് എനർജിയേ ഉള്ളൂ, എടുത്ത് പറയാൻ രീതിയിലുള്ള എനർജിയൊന്നും ഇല്ല. അതാണ് കുറച്ച് ലാസ്റ്റിലോട്ടേ പറയാനുള്ള രീതിയിൽ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലിപ്പോൾ നിങ്ങൾ വളരെയധികം ഖേദിക്കുന്നുണ്ടോ ആ ഒരു പേഴ്സൺ ഒന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വന്നിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് തവണ അങ്ങോട്ട് പോയതായിട്ട് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പോകാൻ ശ്രമിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ഈഗോ അല്ലെങ്കിൽ അതൊരിക്കലും അനുവദിച്ചില്ല എന്നുള്ള രീതിയിൽ കാണിക്കുന്നതായിട്ടാണ് പറയുന്നത്. അത് വളരെ കുറച്ചായതുകൊണ്ടാണ് ഞാനത് ലാസ്റ്റിൽ പറയാമെന്നുള്ള രീതിയിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനിയിപ്പം ആ ഒരു വ്യക്തി എന്തെങ്കിലും വരും എന്നുള്ള ഹോപ്പിൽ കുറച്ച് പേര് നിൽക്കുന്നതായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനുള്ള ടാരറ്റ് ഗൈഡൻസ്. വി ഹാവ് 7 of Pentacles.
ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്നത് നമുക്ക് 3 ഓഫ് വൺസ് ആണ്. ഓക്കെ, ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും അല്ലെങ്കിൽ നിങ്ങളെ ഗ്രോത്തിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. ഗ്രോത്ത് ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ മ്യൂച്വലായിട്ട് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പോകാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ പറ്റും എന്നുള്ള കോൺഫിഡൻറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ വെയിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല, കാത്തിരിക്കുന്നതിൽ തെറ്റില്ല. നേരെ മറിച്ച് നിങ്ങളെ എപ്പോഴും ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിറകെ വരാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള എനർജിയിലേക്ക്, അതായത് ഒരു പ്രശ്നം വന്നാൽ 2 പേരും പരിഹരിക്കുന്നതിന് പകരം ഒരാൾ മാത്രം എപ്പോഴും അങ്ങോട്ട് പോയി പരിഹരിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങളൊന്ന് ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിലാണ്. കാരണം ഇവിടെ ഒരു അടിമത്വം എന്നുള്ള രീതിയേക്കാൾ കൂടുതൽ അങ്ങനെയുള്ള ഒരു വൈബ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം റിലേഷൻഷിപ്പിലുള്ള സമയത്ത് ഒരുപാട് നിങ്ങൾ അല്ലെങ്കിൽ സഫർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം അറ്റ്ലീസ്റ്റ് കുറേ ആൾക്ക് സെൽഫായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ജോലി ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ടാവാം എന്നുള്ള രീതിയിൽ. കുറച്ച് പേർക്ക് മാത്രം ആരും മനസ്സിലാക്കുന്നില്ല, എൻ്റെ അവസ്ഥ ഇങ്ങനെയായിപ്പോയി എന്നുള്ള ഒരു കാര്യമൊക്കെ കാണിക്കുന്നുണ്ട്. ബട്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അതൊരിക്കലും നിങ്ങളെ തെറ്റായ ദിശയിലേക്ക് നയിക്കില്ല. നിങ്ങൾക്ക് എന്തായാലും നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതി കാണിക്കുന്നുണ്ട്. അതിന് കൂടുതൽ കുറേ ആളോട് കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുന്നതായിട്ട് കാണിക്കുന്നത്. കരിയറോ അതുപോലെ തന്നെ എഡ്യൂക്കേഷനോ, എനിക്ക് ഹയർ സ്റ്റഡീസിലൊക്കെ പോകണം എന്നുള്ളതാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ അതിന് വർക്ക് ചെയ്യാനാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് പേരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, കാരണം ഒരാൾ മാത്രം നല്ല രീതിയിൽ വർക്ക് ചെയ്യാണ്, ആ ഒരു വ്യക്തിക്ക് വേണ്ടി പിറകെ ബെഗ് ചെയ്ത് പോകാനൊക്കെ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ലാസ്റ്റ് ആ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളെ വേറൊരു വ്യക്തിക്ക് വേണ്ടി ഉപേക്ഷിച്ച് പോകുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ഗ്രോത്തിന് വേണ്ടി പ്രാധാന്യം കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, വി ഹാവ് വാസ്റ്റ് വിസ്താസ്, എക്സ്പാൻഡ് യുവർ ഹൊറിസൺ. കുറച്ച് പേർക്കെന്ന് പറയുന്നത് വേറെയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരാനുണ്ട്. ഒന്നിൽ മാത്രം അല്ലെങ്കിൽ വേറെ ഒരു കല്യാണ ആലോചന അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കിക്കോളാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അൺനോൺ ടെറിട്ടറി, യു ആർ എക്സാക്ട്ലി വേർ യു നീഡ് ടു ബി. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം എന്താണ് എനിക്ക് മാത്രം ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം. എവിടെ പോയാലും ഒരു ബ്ലോക്കേജ് പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരോടാണ് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള വിശ്വാസം നിങ്ങൾ മുറുകെ പിടിക്കാനാണ് പറയുന്നത്. അതായത് നിങ്ങൾ എവിടെയാണോ എത്തേണ്ടത് അവിടെ നിങ്ങൾ എത്തും എന്നുള്ള രീതിയിൽ. അതായത് പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ മാത്രം ഒരു കാര്യത്തിൻ്റെ, അല്ലെങ്കിൽ അവിടെ പോയാൽ ഇത് സംഭവിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് സെൻസിൽ ഒരു പോസിറ്റീവായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ ഒരിക്കലും മുന്നിൽ കണ്ട് ചെയ്യരുത് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അത് ബിഗിനിങ് ഓഫ് ന്യൂ സൈക്കിൾ. ഒരുപാട് ആൾക്കാർക്ക് ഒരു പുതിയൊരു സൈക്കിൾ, ഒരു പുതിയൊരു വ്യക്തിയുടെ എൻട്രി കാണിക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ.